എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. കണ്ണടച്ച് തന്നപ്പോ തന്നെ 2 മാസത്തെ വെക്കേഷൻ താന്ന് പറഞ്ഞ് തീർന്നു. വീട്ടുകാരെ കാണലും അവരുടെ കൂടെ കറക്കം, ഫുഡ് അടി, കല്യാണം, അടിച്ചുപൊളി എന്തൊക്കെയായിരുന്നു. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകളോടെയാണ് തിരിച്ചു പോളണ്ടിലോട്ടുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ പിടിച്ചത്. നമ്മൾ തിരിച്ചെത്തിയ ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചു നേരം പുറത്തോട്ട് ഒരു വാക്കിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. സാധാരണ ഈ ഒരു ടൈമിൽ ഇവിടെ മഞ്ഞുകൊണ്ട് മൂടേണ്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം കാലാവസ്ഥയ്ക്ക് എന്ത് പറ്റിയെന്നോ. മഞ്ഞൊന്നും കണ്ടില്ലെങ്കിലും എന്താ, സൊസൈറ്റിയുടെ ചുറ്റും ഈ കാണുന്ന ഒരു കോഷൻ ബോർഡാണ് കണ്ടത്. ഇതിനു മുന്നേ അപ്പാർട്ട്മെന്റ് അകത്ത് വൈൽഡ് ബോർ വന്നാൽ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള നോട്ടീസായിരുന്നു. അതിപ്പോ സൊസൈറ്റിയുടെ ചുറ്റുമുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ എന്തോ സംഭവിച്ചു. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സൂക്ഷിക്കണം. എവിടെന്നാ വൈൽഡ് ബോർ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അവിടെ നേരെ നമ്മൾ ചെന്നെത്തി എതിർക്കുട്ടിന്റെ പാർക്കിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇനി അവൻ അവിടെ കളിപ്പിച്ചില്ലെങ്കിൽ അവൻ ഫുൾ അലമ്പാക്കും. അങ്ങനെ അവിടെ നിന്ന് കളിച്ച് തീർന്ന് നേരെ നമ്മൾ പോയത് തോടിന്റെ അങ്ങോട്ട്. എതിർക്കുട്ടൻ അവന്റെ ഫേവറേറ്റ് ക്വാക്കിനെ കാണിക്കാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. 2 കൊല്ലമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. നമ്മുടെ തോട് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രീസ് ആയി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. തോട് കംപ്ലീറ്റ് ആയിട്ടല്ല, അതിന്റെ 2 സൈഡും ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ആ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവിടെ നിറയെ താറാവും കൂടെ ആയപ്പോൾ ഇതിർക്കുട്ടന് നല്ല സന്തോഷമായി. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് വേണം ഇനി തിരിച്ച് വീട്ടിൽ പോയി ഫുഡ് അടിക്കാൻ. അപ്പൊ ശരി, നമുക്ക് നാളെ കാണാം.